ഒരു പൗച്ച് ഉണ്ടാക്കിയല്ലോ. വെറും പൗച്ചല്ല, ഒരു സ്ലൈം ഉപയോഗിച്ച് സ്ലൈം പൗച്ച് ഉണ്ടാക്കി. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഇതുപോലെ 2 സ്ലൈം എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു കവർ, ഈ കവർ നമുക്ക് ഈ ഷോപ്പിൽ നിന്നൊക്കെ ക്ലോത്ത് ഒക്കെ വാങ്ങുമ്പോൾ ജസ്റ്റ് കിട്ടൂലേ, ആ ഒരു കവറാണ്. ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിൽ ഞാൻ ഈ 2 സ്ലൈമും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നന്നായിട്ട് മാർക്കറിനോണ്ട് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. മാർക്കർ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടും. എന്നിട്ട് ഈ ഒരു കവറിന്റെ 2 സൈഡും നല്ല ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ട്രാൻസ്പെറന്റ് ടാപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പം ഈ സ്ലൈമൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടി പോരാതെ ഒന്ന് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് കവർ പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ പൗച്ചിന്റെ പണി ഏകദേശം ഒക്കെ കംപ്ലീറ്റ് ആയി. ഈ ഒരു സിബ് എടുത്ത് ജസ്റ്റ് മുകൾ ഭാഗത്തായി നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഈ സിബ് ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള സ്ലൈം പൗച്ച്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തോ ഈ ഒരു പൗച്ചിന്റെ ഉള്ളിൽ കൂടാതെ സ്ലൈം ആയതുകൊണ്ട് തന്നെ ഒരു ഗുളുഗുള എഫക്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൗച്ച് നന്നായിട്ട് ഇതുപോലെ നിൽക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നും. അതുപോലെ ഒരു റിലാക്സേഷനും സ്ട്രെസ് റിലീഫും ഒക്കെ ആയിട്ട് നമുക്ക് ഈ പൗച്ച് ഇങ്ങനെ നിൽക്കി കളിക്കാം. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം നിങ്ങൾ ഓരോ സപ്പോർട്ടും എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കേട്ടോ, ബൈ.